തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. നമ്മൾ ഇന്ന് 16-ാമത്തെ ദിവസമാണ് സായി സച്ചരിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അധ്യായം 10-ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 52 അധ്യായങ്ങളുണ്ട്. അതിൽ 10-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ പറയുന്നത്. സായി സച്ചരിതം എഴുതിയത് ശ്രീ ഹേമന്ത് പാന്ത്. സായിയുടെ 16 വയസ്സ് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സമാധി വരെയുള്ള കാര്യങ്ങൾ, എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർത്തും ഭഗവാന്റെ കഥകളാണ് നമ്മൾ, ഭഗവാന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധയോടും താത്പര്യത്തോടും കൂടി സായിയുടെ സച്ചരിതം കേൾക്കണം. 10-ാമത്തെ അധ്യായം സായി മഹിമ, സായിയുടെ മഹിമ, അതാണ് ആ അധ്യായത്തിൻ്റെ തലവാചകം. മാനവകുലത്തെ രക്ഷിക്കാനായി മനുഷ്യരൂപം പൂണ്ടുവന്ന, എപ്പോഴും ബ്രഹ്മവുമായി ഏകീഭവിച്ച് നിൽക്കുന്ന സായീശ്വരനെ സദാ സ്മരിക്കൂ. സായീശ്വരനെ സദാ സ്മരിക്കൂ. സായീശ്വരനെ എല്ലായ്പ്പോഴും സ്മരിക്കൂ. മാനവകുലത്തെ രക്ഷിക്കാനായി മനുഷ്യരൂപം പൂണ്ടുവന്ന, മാനവകുലത്തെ രക്ഷിക്കാനായി മനുഷ്യരൂപം പൂണ്ടുവന്ന, എപ്പോഴും ബ്രഹ്മവുമായി ഏകീഭവിച്ചു നിൽക്കുന്ന സായീശ്വരനെ. നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലിയ പോലെ യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് എപ്പോഴൊക്കെ ച്യുതി സംഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മഹാത്മാക്കൾ രൂപം കൊണ്ടിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് 1800 ശേഷമുള്ള കാലഘട്ടത്തിലാണ് സായീശ്വരൻ ഷിർദിയിൽ ജനിച്ചത്. കേവലം ഷിർദിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ഷിർദി വിട്ടിട്ട് മറ്റെവിടേക്കും പോയിട്ടില്ല. എങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ട്, അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം കേവലം ഷിർദിയിലുള്ള ജനങ്ങൾക്ക് മാത്രമുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം മാനവകുലത്തിന് വേണ്ടിയുള്ളതാണ്. അതാ പറഞ്ഞ മാനവകുലത്തെ രക്ഷിക്കാനായി മനുഷ്യരൂപം പൂണ്ടുവന്ന, എപ്പോഴും ബ്രഹ്മവുമായി ഏകീഭവിച്ച് നിൽക്കുന്ന ബ്രഹ്മം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി പറയുന്നില്ലേ, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മവുമായി ഏകീഭവിച്ച് നിൽക്കുന്ന സായീശ്വരനെ സദാ സ്മരിക്കൂ. ആ സ്മരണ ഒരു വിഷമമില്ലാത്തതും അതേസമയം നിത്യാനന്ദം നൽകുന്നതുമാണ്. നിത്യമായി ആനന്ദം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. ജനനമരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടാൻ സായി സ്മരണ മാത്രം മതി. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ജനനവും മരണവും, പിന്നീട് വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, അങ്ങനെയുള്ള അതിൽ നിന്ന് രക്ഷ നേടാൻ സായി സ്മരണ മാത്രം മതി. ജനിക്കുക മരിക്കുക എന്നുള്ള അവസ്ഥ തീരണമെങ്കിൽ
നമുക്കൊരു ഒരു പുനർജന്മം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സായി സ്മരണ മാത്രം മതി. നദി കടക്കാൻ തോണിയിൽ കയറുന്നവൻ കടത്തുകാരനെ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ദൃഢമായ വിശ്വാസം സായിയിൽ ഉണ്ടാകട്ടെ. സായിയിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസമാണ് പ്രധാനം. നദി കടക്കാൻ കയറുന്നവൻ കടത്തുകാരനെ ഉറച്ചു വിശ്വസിക്കുന്നു. കടത്തുകാരനെ വിശ്വസിക്കുന്നു. അതേപോലെ ജീവിതമാകുന്ന സാഗരം നീന്തി കടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. ജീവിതമാകുന്ന സാഗരം. അപ്പം നമ്മൾ സായീശ്വരനിലെ അടിയുറച്ച് വിശ്വസിക്കണം. ദൃഢമായി വിശ്വസിക്കണം. അതാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് എല്ലാം നേടിത്തരും. എല്ലാം നേടിത്തരും. നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം നാം ആരാണ് ഞാൻ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യജന്മം തന്നത്, അതിൻ്റെ ഉത്തരം, അത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എല്ലാം ഈ സായീശ്വരനുള്ള ദൃഢമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസം നമുക്ക് നേടിത്തരും. ആരുടെ ദർശനം ഒന്നുകൊണ്ട് മാത്രം വിഭ്രാന്തി മറയുന്നുവോ, വിഷയാഭിലാഷങ്ങൾ ഒടുങ്ങുന്നുവോ, പ്രാരബ്ധങ്ങൾ ദഹിക്കുന്നുവോ, ആ സായീശ്വരൻ്റെ അമൃതകഥകൾ ഇനിയും ആവോളം പാനം ചെയ്യൂ. അതാ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യമ ഹേമന്ത് പാന്ത് ഇവിടെ വെച്ച് പറഞ്ഞ ഹേമന്ത് പാന്തിനോട് സായീശ്വരൻ പറഞ്ഞിട്ട് ആ സായീശ്വരനാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ആരുടെ ദർശനം ഒന്നുകൊണ്ട് മാത്രം വിഭ്രാന്തി മറയുന്നുവോ, നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തി മറയുന്നുവോ, വിഷയാഭിലാഷങ്ങൾ ഒടുങ്ങുന്നുവോ, വിഷയങ്ങളിലുള്ള താല്പര്യം നമുക്ക് ഒടുങ്ങുന്നുവോ, ഇല്ലാണ്ടാവുന്നുവോ, പ്രാരബ്ധങ്ങൾ ദഹിക്കുന്നുവോ. പ്രാരബ്ധങ്ങൾ ദഹിക്കണം അല്ലേ? നമ്മളെ വരുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട് പ്രാരബ്ധങ്ങൾ. ആ പ്രാരബ്ധങ്ങൾ ദഹിക്കണം. പ്രാരബ്ധങ്ങളെല്ലാം തീരണം. പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്നുവോ, ആ സായീശ്വരൻ്റെ അമൃതകഥകൾ ഇനിയും ആവോളം പാനം ചെയ്യൂ. അപ്പം എന്താ ഓർമ്മിക്കേണ്ടത്? സായീശ്വരൻ്റെ ദർശനം ഒന്നുകൊണ്ട് മാത്രം, അദ്ദേഹത്തിനെ ദർശിച്ചാൽ മാത്രം, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം, അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് സ്പർശിച്ചാൽ മാത്രം നമുക്ക് വിഭ്രാന്തി മറയുന്നു, വിഷയാഭിലാഷം കുറയുന്നു, പ്രാരബ്ധങ്ങൾ ദഹിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സായീശ്വരൻ്റെ അമൃതകഥകൾ 10 അധ്യായത്തോളം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും സായീശ്വരൻ്റെ മഹിമകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സായീശ്വരൻ്റെ മഹിമകൾ കേട്ടാൽ എന്നാണ്, സായീശ്വരൻ്റെ മഹിമകൾ കേട്ടാൽ വിഭ്രാന്തി മറയും, വിഭ്രാന്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിഷയാഭിലാഷങ്ങൾ ഒടുങ്ങും, വിഷയങ്ങളോട് താല്പര്യമുണ്ടാവില്ല, പ്രാരബ്ധങ്ങൾ ദഹിക്കും, നമ്മൾ കൊണ്ടുവന്ന പ്രാരബ്ധങ്ങൾ ദഹിച്ചു തീരും, പാപങ്ങൾ ഇല്ലാണ്ടാവും, പാപങ്ങൾ ദഹിച്ചു തീരും. ആ സായീശ്വരൻ്റെ അമൃതകഥകൾ, അങ്ങനെയുള്ള സായീശ്വരൻ്റെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേൾക്കണം. എന്നിട്ട് നമ്മളെ മനസ്സിൽ അത് ഉറക്കണം. മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഭ്രാന്തി ഉണ്ടാവില്ല, വിഷയാഭിലാഷം ഉണ്ടാവില്ല, പ്രാരബ്ധങ്ങൾ ദഹിച്ചു പോവുകയും ചെയ്യും. സായീശ്വരൻ്റെ ജീവിത രീതി നമുക്കൊന്ന് നോക്കാം. ഒരു മരപ്പലക, അതിൽ 1 മുഴം വീതിയും 4 മുഴം നീളവും കാണും. ബാബക്ക് ഉറങ്ങാനായി. നാനാസാഹബ് ഡങ്കാളി കൊണ്ടുവന്നതാണത്. നാനാസാഹബ് എന്ന് പറഞ്ഞ ബാബയുടെ ഒരു പ്രിയപ്പെട്ട ഭക്തൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് സായീശ്വരന് കിടക്കാൻ വേണ്ടി. എന്നാണ് ഒരു മരപ്പലക, അതിന് 1 മുഴം വീതിയും 4 മുഴം നീളവും, അദ്ദേഹത്തിന് ഒന്ന് ചെറുങ്ങനെ കിടക്കാൻ വേണ്ടി മാത്രം സൗകര്യമുള്ള ഒരു മരപ്പലക. അതോ ഒരാൾ കൊണ്ടുപോയി കൊടുത്തേ. അത്ര ലളിതമാണ് അദ്ദേഹത്തിൻ്റെ കിടക്കുന്ന ഇത്. ബാബ ആ പലക പഴകി ദുർബലമായ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ഊഞ്ഞാൽ പോലെ കെട്ടിത്തൂക്കിയിട്ടു. ആ പല തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കെട്ടിത്തൂക്കി വെച്ചു. സത്യത്തിൽ ആ പലകയെ താങ്ങാനുള്ള ബലം പഴകിയ തുണിക്കഷ്ണത്തിനുണ്ടായിരുന്നില്ല. ബാബ ആ തുണിക്കഷ്ണത്തിൻ്റെ മുകളിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ അത് താങ്ങാനുള്ള ശക്തി പോലും ആ പലകയ്ക്കില്ല എന്ന് തോന്നും. അതിൻ്റെ 4 മൂലയിലും അവിടെ നിന്ന് മൺവിളക്കുകൾ കത്തിച്ച് വെക്കും. 4 മൂലയിലും മൺവിളക്ക് കത്തിച്ചു വെക്കും പലകേൻ്റെ. അതിൽ നിന്നും ഇറങ്ങുന്നത് ഇതാർക്കും മനസ്സിലാവില്ല.
എത്ര ശ്രമിച്ചിട്ടും ആ രംഗം ഒരാൾക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. ആ പലകയിൽ കയറുന്നത്, അതിൽ നിന്ന് ഇറങ്ങുന്നത് ഇതാർക്കും മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് സായിബാബ ആ പലകയിൽ കിടക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറുന്നോ അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നതെന്നോ ഇത് ആരും കണ്ടിട്ടില്ല, ആർക്കും അത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ഈ അത്ഭുത രംഗം ബാബയുടെ പലകയിലെ ശയനം കാണാൻ ജനം കൂടിക്കൂടി വന്നു. ആ പലകേൻ്റെ മുകളിൽ ബാബ കിടന്നുറങ്ങുന്നത് കാണാൻ ജനങ്ങളെ നാനാഭാഗത്തു നിന്നും അവിടെ തിങ്ങിക്കൂടുക പതിവാണ്. തിരക്ക് വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിനം ബാബ പലക വലിച്ചെടുത്ത് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. ഒരിക്കൽ ബാബ എന്തോ തോന്നി ആ പലക തല്ലിപ്പൊളിച്ചു. സായീശ്വരൻ എങ്ങനെ വളരെ പിഞ്ഞിയിരിക്കുന്ന തുണിയിൽ കെട്ടിത്തൂക്കിയിട്ട് ആ പലകയിൽ കയറി കിടക്കാൻ കഴിഞ്ഞു? വളരെ പിഞ്ഞിയിട്ട ആ പഴകിയ തുണി കൊണ്ട് പിഞ്ഞിയിട്ട ആ പലകയിൽ സായീശ്വരനെ ഇത്രയും നാള് എങ്ങനെ കിടക്കാൻ കഴിഞ്ഞു? അതും ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അണിമ, മഹിമ, ലഘിമ തുടങ്ങിയ അഷ്ടസിദ്ധികൾ അവിടത്തെ തിരുമുമ്പിൽ ദാസിയെപ്പോലെ നിൽക്കുകയാണ്. പിന്നെ എന്താണ് അവിടത്തേക്ക് സാധിക്കാതായിട്ടുള്ളത്? ആരും, ഒരാൾ പോലും അദ്ദേഹം ആ തൊട്ടിലിൽ കയറുന്നതോ തൊട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതോ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ ആൾക്കാർക്കും അത്ഭുതം, എങ്ങനെയാണ് സായീശ്വരൻ ഇത്രയും നാള് ഇതിൻ്റെ മുകളിൽ കയറുകയും അതിൻ്റെ മുകളിൽ ഉറങ്ങുകയും ഒക്കെ ചെയ്തതെന്ന്. അതാണ് ഋഷീശ്വരന്മാരുടെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാനും ഉൾക്കൊണ്ടിട്ട് പാഠങ്ങൾ മനസ്സിലാക്കുക, ലളിതമായ ജീവിതം നയിക്കുക. സായിബാബ 3.5 മുഴം ഉയരമുള്ള ഷിർദിയിലെ ഒരു മനുഷ്യൻ ഇങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അനുഭവത്തിൽ അവിടെ നിന്ന് സമസ്ത ഹൃദയങ്ങളിലും കൂടി ഉള്ളുന്നു. സായീശ്വരനെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതെന്ത് മനുഷ്യനാണ് ഇങ്ങനെ ഈ വേഷത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നതെന്ന്. പക്ഷെ സായീശ്വരൻ എല്ലാവരുടെയും ഹൃദയവാസിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ സംഗതിയും നിങ്ങളെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കും. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. നിസ്സംഗനും നിർമ്മമനുമായ സായി മറ്റുള്ളവരുടെ ക്ഷേമകാര്യങ്ങളിൽ തികഞ്ഞ ശ്രദ്ധാലുവായിരുന്നു. എല്ലാവരുടെയും ക്ഷേമകാര്യങ്ങളിൽ സായീശ്വരൻ ശ്രദ്ധിക്കുമായിരുന്നു. ആന്തരികമായി അവിടുന്ന് ശാന്തൻ, ഈശ്വര സ്വരൂപൻ. പക്ഷേ ബാഹ്യദൃഷ്ടിയിൽ പലപ്പോഴും കോപിഷ്ഠനായി ഭവിച്ചു. ആന്തരികമായി അദ്ദേഹം ശാന്തനാണ്, പക്ഷെ ബാഹ്യദൃഷ്ടിയിൽ കോപിഷ്ഠനായി ഭവിച്ചു. പലരോടും ബാബ മുൻകോപിയും മുൻശുണ്ടിക്കാരനും എന്ന പോലെ പെരുമാറി. പലരോടും ബാബ മുൻകോപിയായിട്ടും മുൻശുണ്ടിക്കാരനും എന്ന പോലെ പെരുമാറി. സദാ ഈശ്വരനിൽ ലയിച്ചിരിക്കുമ്പോഴും അവിടുന്ന് ഭക്തജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ജാഗരൂകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളിൽ ജാഗരൂകനായിരുന്നു. ഭക്തജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ശ്രദ്ധിക്കാത്ത ഒരു സംഗതി പോലും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കയ്യിലൊരു ചെറിയ ദണ്ണ് കാണും. ഭിക്ഷാടനമായിരുന്നു ഉപജീവനമാർഗം. ധനമോ കീർത്തിയോ ബാബ തെല്ലുപോലും ആഗ്രഹിച്ചില്ല. ധനത്തിനോടുള്ള മോഹമില്ല, കീർത്തി വേണമെന്നുള്ള മോഹമില്ല. ഭിക്ഷയാടനം ചെയ്തിട്ടാണ് അദ്ദേഹം ഉപജീവനമാർഗം സ്വീകരിച്ച്. അതിനെ ഗൗനിച്ചുമില്ല. സദാ അവിടുന്ന് അള്ളാമലിക് എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കും. സദാ ഈശ്വരനാമം അള്ളാമലിക്, ഈശ്വരൻ മഹാനാണ് എന്ന് അദ്ദേഹം സദാ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ മഹത്തായ പൂർവ്വപുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സായീശ്വര ദർശനം ലഭിച്ചത്. ആ കാലഘട്ടത്തിലെ സായീശ്വരനെ ദർശിക്കാൻ ആ കാലഘട്ടത്തിലുള്ള അപൂർവം ആൾക്കാർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അവരെ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ മഹത്തായ പൂർവ്വപുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സായീശ്വരനെ ലഭിച്ചതെന്ന്. പൂർവ്വപുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സായീശ്വരനെ ലഭിച്ചത് എന്ന് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ കരുതിയിരുന്നു. നമ്മൾ ആ കാലഘട്ടത്തിലുണ്ടോ ഇല്ലയോ എന്നും നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് സായി സച്ചരിതം പഠിക്കുന്ന, സായി സച്ചരിതം കേൾക്കുന്നു. അപ്പോൾ ആ സായി സച്ചരിതം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതും പൂർവ പുണ്യ ഫലം തന്നെ ആയിട്ട് വേണം നമ്മൾ കരുതാൻ. നമ്മളെ സായീശ്വരൻ്റെ
ശരീരം കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിരിക്കുക. നമ്മളെ ദിവസേന സായീശ്വരൻ്റെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സായീശ്വരൻ്റെ കീർത്തനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സായീശ്വരൻ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊരു പൂർവ്വ പുണ്യമായിട്ട് വേണം നമ്മൾ കരുതാൻ. ആ കാലഘട്ടത്തിലെ ജനങ്ങളെ അദ്ദേഹത്തിന് ദർശനം ലഭിച്ചതും പൂർവ്വ പുണ്യമായിട്ട് കരുതുന്നത്. അവർക്ക് അതുവഴി അദ്ദേഹത്തിനെ കാണുക വഴി അവരുടെ പൂർവ്വകാലമായി ചെയ്തിട്ടുള്ള പുണ്യങ്ങളെല്ലാം പാപങ്ങളെല്ലാം ദഹിച്ചു പോവും. വിഷയങ്ങളോടുള്ള താല്പര്യ ജനങ്ങൾക്ക് കുറഞ്ഞു വന്നു. അദ്ദേഹത്തിൻ്റെ ദർശനമാത്രയിൽ തന്നെ സായീശ്വരനെ കേവലം മനുഷ്യനായി കണ്ടവരുണ്ട്. അത് അവരുടെ നിർഭാഗ്യം. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. എന്നെ കേവലം മനുഷ്യനായി കാണുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം എന്നാ പറഞ്ഞേ? മൂഢന്മാർ എന്നാ പറഞ്ഞേ. ഞാൻ കേവലം നിങ്ങൾ കാണുന്ന ഈ മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കണക്ക് കൂട്ടരുത്. ഞാൻ സർവ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യമാണ്. സർവ ജീവജാലങ്ങളിലും, ഉറുമ്പ് മുതൽ ആന വരെ, എല്ലാ മനുഷ്യജീവികളിലും, എല്ലാ ജലജീവികളിലും, എല്ലാ സസ്യലതാദികളിലും ഒക്കെ കുടികൊള്ളുന്ന ആ ചൈതന്യമാണ് ഞാൻ. എന്നെ ആര് മനുഷ്യരൂപമായിട്ട് കരുതുന്നുണ്ടോ അവർ മൂഢന്മാർ എന്നാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സായീശ്വരനെ കേവലം മനുഷ്യനായി കാണുന്നവരുണ്ട്, മൂഢന്മാർ. കേവലം മനുഷ്യനായിട്ട് ആര് സായീശ്വരനെ കാണുന്നോ അവർ മൂഢന്മാർ. അത് അവരുടെ നിർഭാഗ്യം. അല്ലാതെ എന്തു പറയാൻ? പരമ്പൊരുളാണ് അവിടുന്ന്. പരമ്പൊരുളാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ള പരമ്പൊരുളാണ് സായീശ്വരൻ. ക്ലേശകരമായ സംസാരസാഗരം താണ്ടാൻ ആ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ഏകപോം വഴി. ക്ലേശകരമായ സംസാരസാഗരം താണ്ടിക്കടക്കാൻ ആ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ഏകപോം വഴി. സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ ആശ്രയിക്കുക മാത്രമാണ് ഏകപോം വഴി. ഇത് കലിയുഗം. 4,30,000 വർഷങ്ങളാണ് കലിയുഗം തുടങ്ങി ഏകദേശം 5000 വർഷങ്ങൾക്ക് ശേഷമാണ് ബാബ അവനിയിൽ അവതരിച്ചത്. ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിലാണ് സായി ബാബ നമ്മളെ മുന്നിൽ ഷിർദിയിൽ അവതരിച്ച ബാബ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെ കേവലം മനുഷ്യരൂപമായിട്ട് കാണുന്നവരുണ്ട്. എന്തു പറയാൻ? അവരുടെ നിർഭാഗ്യം. അവര് മൂഢന്മാർ എന്നല്ലാണ്ട് എന്ത് പറയാൻ? പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം, എന്നെ നിങ്ങൾ ഈ വിധത്തിൽ കാണരുത്. ഒരമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നായി വന്നു. അമ്മ ആ നായിക്ക് ഭക്ഷണം കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ അവിടെ പന്നി വന്നു. അമ്മ പന്നിക്കും ഭക്ഷണം കൊടുത്തു. പിന്നീട് അമ്മ സായിനെ കാണാൻ വേണ്ടി മസ്ജിദിൽ പോയാലും ബാബ അമ്മയോട് മാത്രമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്നെ നല്ലതുപോലെ ഊട്ടിയില്ല. അമ്മക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ഇന്ന് ബാബക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ബാബ പറഞ്ഞത്? അപ്പം അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നായ വന്നിട്ടില്ലേ എവിടെ? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പന്നി വന്നിട്ടില്ലേ എവിടെ? അത് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാബയെ സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ നമ്മൾ കേവലം മനുഷ്യരൂപമായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ മൂഢന്മാർ, അല്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവന്മാർ. ഈ സംസാര സാഗരം താണ്ടാൻ ആ തൃപ്പാദങ്ങളെ ആശ്രയിച്ചാൽ മതി. സായിയുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചാൽ മതി. സായിയുടെ സച്ചരിതം കേട്ടാൽ മതി. സംസാര സാഗരം നമുക്ക് എളുപ്പത്തിൽ നീന്തിക്കടക്കാൻ കഴിയും. ഷിർദി ഗ്രാമത്തിൽ ബാബയെ കാണുന്നത് 16-ാമത്തെ വയസ്സിലാണ് ബാബയെ കാണുന്നത്, ഷിർദിയിൽ കാണുന്നത്. ഒരു നാൾ ബാബയെ ഷിർദിയിൽ കണ്ടില്ല. ഒരു വിവാഹ സംഘത്തോടൊപ്പമാണ് പിന്നെ ബാബയെ ഷിർദിക്കാർ കാണുന്നത്. അങ്ങനെ ബാബ വീണ്ടും ഷിർദിയിലെത്തി. അന്ന് 20 വയസ്സ് കണ്ടേക്കും. 20 വയസ്സ്. അതിനുശേഷം മഹാസമാധി വരെ ഏതാണ്ട് 60 വർഷം അവിടെ ഷിർദിയിൽ വസിച്ചു. അതിനുശേഷം ഏകദേശം 80-ാമത്തെ വയസ്സിലാണ് ബാബ സമാധിയായിരുന്നു. 20 വയസ്സിന് ശേഷം 60 കൊല്ലക്കാലം അദ്ദേഹം ഷിർദിയിൽ തന്നെയാണ് കഴിഞ്ഞത്. വേറെ എവിടെയും പോയിട്ടില്ല.
ഷിർദി ഗ്രാമത്തിൽ ബാബയെ കാണുന്നത് 16-ാമത്തെ വയസ്സിൽ. ഏകദേശം 3 വർഷത്തോളം അവിടെ നിന്ന് ഷിർദിയിൽ താമസിച്ചു. പിന്നീട് ഒരു നാൾ ബാബയെ കണ്ടില്ല. പിന്നീട് വീണ്ടും വന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് 20 വയസ്സ് കണ്ടേക്കും. അതിനുശേഷം മഹാസമാധി വരെ ഏതാണ്ട് 60 വർഷം അവിടെ ഷിർദിയിൽ തന്നെ നിന്നു. 1918 ഒക്ടോബർ 15 അവിടുന്ന് മഹാസമാധിയായി. ഇതെല്ലാം വെച്ച് ഗണിക്കുമ്പോൾ സായീശ്വരൻ 80 വർഷത്തോളം ഭൂമിയിൽ വസിച്ചുവെന്നും ജനനം 1838 അനുമാനിക്കാം. 1838 ബാബ ജനിച്ചത് എന്ന് അനുമാനിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വർഷവും കാലവും അദ്ദേഹം കൂടുതൽ അദ്ദേഹം ഇരുന്നിരുന്നത് ഷിർദിയിൽ മാത്രമായിരുന്നു. ജനനമരണങ്ങൾ ബാധിക്കാത്ത ഋഷികളുടെ ജീവിത കാലയളവ് തിട്ടപ്പെടുത്തുക ദുഷ്കരം തന്നെ. ബാബ ജനിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു, ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ സായി സച്ചരിതം വായിക്കുക വഴി ഏകദേശം ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചിട്ടും മറ്റും നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. 1608 കാലം അന്ന് ഭാരതം മുസ്ലിം ഭരണത്തിന് കീഴിൽ. ഹിന്ദു രാജാക്കന്മാരെ കീഴടക്കി മുസ്ലിമുകൾ ഭരണം ആരംഭിച്ചു. ഹിന്ദു രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ബാബർ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ബാബറല്ലേ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. അതോടെ ജനങ്ങൾ ക്രമേണ ധാർമ്മിക ജീവിതം വെടിഞ്ഞു തുടങ്ങി. ഭാരതം അധപ്പതനത്തിലേക്ക് വഴുതി വീണു. അപ്പോഴാണ് സമർത്ഥ രാമദാസ് ജനിക്കുന്നത്. 1600 കാലഘട്ടങ്ങളിൽ മുസ്ലിംസാണ് ഇവിടെ ഭരണം വന്നത്. അവര് ഭരണം പിടിച്ചെടുത്തതാണ്. ഹിന്ദു രാജാക്കന്മാരെ കീഴടക്കി മുസ്ലിങ്ങൾ ഭരണം സ്ഥാപിച്ചു അല്ലേ. ഭാരതം അധപ്പതനത്തിലേക്ക് വഴുതി വീണു. അപ്പോഴാണ് സമർത്ഥ രാമദാസ് ജനിക്കുന്നത്. അതോടെ ജനങ്ങൾ വെടിഞ്ഞു. ഭാരതം അധപ്പതനത്തിലേക്ക് നീങ്ങി. അപ്പോഴാണ് സമർത്ഥ രാമദാസ് ജനിക്കുന്നത്. അന്ന് അങ്ങനെ ഉള്ള സമയത്താണ് രാമദാസ് എന്ന് പറയുന്ന ഒരു ഋഷീശ്വരൻ ജനിക്കുന്നത്. രാമദാസ് ശിവജിയിലൂടെ ധർമ്മം പുനഃസ്ഥാപിച്ചു. ബ്രാഹ്മണനെയും ഗോക്കളെയും മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ കാലം പോകവേ ഏകദേശം 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വീണ്ടും അകൽച്ച തുടങ്ങി. അത് ശത്രുതയിലേക്ക് നീങ്ങിയപ്പോൾ ബാബ അവതരിച്ചു. അവിടെ നിന്ന് ഇരുവിഭാഗത്തെയും കൂട്ടിയിണക്കാനും യത്നിച്ചു. സായീശ്വരൻ ചോദിച്ചു, രാമനും റഹീമും ഒന്ന് തന്നെ, പിന്നെ അവരുടെ അനുയായികൾ തമ്മിൽ എന്തിന് ശണ്ട? ശ്രീരാമനും റഹീമും ഒന്ന് തന്നെ, പിന്നെ എന്തിനാ ശണ്ട? നിങ്ങളുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ഉണ്ടാകണം. സ്നേഹത്താൽ ഹിന്ദുവും മുസ്ലിമും ബന്ധിക്കപ്പെടണം. സ്നേഹം ഉണ്ടാവണം ഹൃദയത്തിൽ. സ്നേഹത്താൽ ഹിന്ദുവും മുസ്ലിമും ബന്ധിക്കപ്പെടണം. മനസ്സിൽ നന്മ നിറയുമ്പോഴേ ഈശ്വരനെ അറിയാനാവും. മനസ്സിൽ നന്മ നിറഞ്ഞാലേ ഈശ്വരനെ അറിയാനാവും. ഈശ്വരനെ അറിയുന്നില്ല, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ തീരെ നന്മകളില്ല. തിന്മകൾ മാത്രം വിളയാടുന്ന മനസ്സിൽ എങ്ങനെ ഈശ്വരനെ കുറിച്ച് അറിയാൻ സാധിക്കും? അവർക്ക് ഈശ്വരനെ കുറിച്ച് അറിയേണ്ട താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മനസ്സിൽ മുഴുവൻ തിന്മയാണ്. പരസ്പരം തർക്കിച്ചിട്ട് എന്ത് ഗുണം? യോഗം, വ്രതം, പഠനം, ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നില്ലെങ്കിൽ ഈ ശ്രമങ്ങളൊക്കെ എന്തിന്? യോഗ ചെയ്യുക, വ്രതം അനുഷ്ഠിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നില്ലെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ പാഴ്വല. നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നില്ല എങ്കിൽ ഈ ശ്രമങ്ങളൊക്കെ പാഴ്വല. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്. ബാബ പറയുന്നതാ. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോട്ടെ, പക്ഷെ അങ്ങോട്ട് പ്രതികാര ബുദ്ധിയോടുകൂടി അങ്ങോട്ട് പെരുമാറാൻ പാടില്ല. കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. നമ്മളെ ഉപദ്രവിച്ച ആൾക്കും കഴിയുമെങ്കിൽ നന്മ ചെയ്യുക. നമ്മളെ ഉപദ്രവിച്ച ആൾക്ക് നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, മനസ്സുപരമായിട്ട് അത്രത്തോളം ഉയർന്നു നിൽക്കുന്നു. ഈ സായീശ്വരൻ്റെ മഹിമകളൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആര് നമ്മളോട് എത്ര പ്രതികാര ബുദ്ധിയോടുകൂടി എന്തെങ്കിലും ചെയ്താലും നമുക്ക് അങ്ങോട്ടേക്ക് അതേ പ്രതികാര ബുദ്ധി തോന്നൂല. അതേ പ്രതികാര ബുദ്ധി നമുക്ക് അങ്ങോട്ട് തോന്നൂല. കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. അത് മാത്രമല്ല,
പ്രതികാര ബുദ്ധി തോന്നൂല എന്ന് മാത്രമല്ല, എന്തെങ്കിലും നന്മ നമ്മളെ അയാൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് സായീശ്വരൻ്റെ ഉപദേശസാരം. സായീശ്വരനോട് നിങ്ങൾ സായീശ്വര ഒരു ഉപദേശം തരണം എന്ന് പറഞ്ഞാൽ സായീശ്വരൻ നമുക്ക് തരുന്നു ഉപദേശം. ഭൂരിഭാഗം സമയവും അദ്ദേഹം തരുന്ന ഉപദേശം എന്താണ്? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. നമ്മളെ അടിവരയിട്ട് ഓർമ്മിക്കേണ്ട സംഗതി അത്. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. അവനും നന്മ ചെയ്യുക. നമുക്ക് ഉപകാരം നമ്മളെ ഉപദ്രവിച്ച ആൾക്ക് കൂടി നമുക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സ് നമ്മൾ ആക്കിയെടുക്കണം. സായീശ്വരൻ്റെ ചരിതങ്ങൾ വായിച്ച് സായീശ്വരൻ്റെ മഹിമകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മളോട് ആരുപദ്രവിച്ചാലും നമുക്കതൊരു ഉപദ്രവമായി തോന്നൂല. കാരണം നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് ഉപദ്രവം ചെയ്ത അയാളോട് പ്രതികാരം ചെയ്യണം എന്ന് നമുക്ക് തോന്നൂല. മാത്രമല്ല, അയാൾക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ നന്മ ചെയ്യാനും നമുക്കാവും. സായി സച്ചരിതം വായിച്ചാലുള്ള ഗുണാന്ന്, സായീശ്വരൻ്റെ മഹിമകൾ അറിഞ്ഞാലുള്ള ഗുണമാന്ന് പറയുന്നു. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്. നമുക്ക് തരുന്ന ഉപദേശം സായി സച്ചരിതത്തിൽ കൂടി ഭഗവാൻ സായീശ്വരൻ നമുക്ക് തരുന്ന ഉപദേശം എന്ത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. ഈ ഉപദേശമാണ് സായീശ്വരൻ ഭക്തജനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് ഇപ്പോൾ കൊടുത്ത്. വെറുതെ കൊടുക്കൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ ഇതിനെക്കൊണ്ടെന്ന ഫലം? നമ്മൾ വെറുതെ ഇത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് എന്ത് കാര്യമുണ്ട് ഇതിനെക്കൊണ്ട്? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്. ചിലപ്പോൾ നമ്മളെ ഇതൊന്നും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ഈ പുണ്യഗ്രന്ഥങ്ങളൊന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ വ്യത്യാസമില്ല, അല്ലേ? ഉണ്ണുക, ഉറങ്ങുക, മൈഥുനം ചെയ്യുക, അതാണല്ലോ മൃഗങ്ങളുടേത്. അപ്പം നമ്മളും ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മളെ മനസ്സ് വെമ്പുന്നില്ല എങ്കിൽ നമ്മളെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ വ്യത്യാസമില്ല. അപ്പം നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളേവരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ബാബ ശ്രമിക്കുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് സായീശ്വരന്റെ ഉപദേശസാരം. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ ആത്മീയമായും ഭൗതികമായും അഭിവൃദ്ധി ഉണ്ടാവും. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. എന്താ ഉപദേശം? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. ഇത് ചെയ്താൽ ഇങ്ങനെ നമ്മളെ മനസ്സിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സായി സച്ചരിതം വായിച്ചുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് എന്ന് അർത്ഥം, നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് അർത്ഥം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് സായീശ്വരന്റെ ഉപദേശം. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ ആത്മീയമായിട്ടും ഉയരും, ഭൗതികമായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും. വലിയവനും ചെറിയവനും സ്ത്രീകൾക്കുമെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നയാളെ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇത് ചെയ്യണം. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവർക്കും ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക. ശിഷ്യന്മാരെ ലഭിക്കാനായി വീടുതോറും കയറിയിറങ്ങി മന്ത്രമോതുന്ന ഗുരുക്കന്മാരുണ്ട്. അവരുടെ ഉപദേശം ഗംഭീരം, പക്ഷേ അവർ തങ്ങൾ പറയുന്നതൊന്നും സ്വയം ആചരിക്കുന്നില്ല. ധാരാളം ആൾക്കാരുണ്ട്, ഉപദേശങ്ങൾ തരാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശിഷ്യരെ ലഭിക്കാനായി വീടുതോറും കയറിയിറങ്ങി ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിലോ അവരുടെ ജീവിതത്തിൽ അവർ തെല്ലുപോലും അതൊന്നും പ്രാവർത്തികമാക്കൂല. അപ്പം നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു ഉപദേശം, നമ്മളെ ജീവിതത്തിൽ നമ്മളെ പ്രാവർത്തികമാക്കാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയരുത്. അത് തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ മറ്റൊരാളോട് പറയാവൂ. ഇവർക്ക് എങ്ങനെ ശിഷ്യന്മാരെ സംസാരസാഗരം കടത്തിവിടാനാവും? അങ്ങനെയുള്ള ധാരാളം മുനിമാർ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ പണ്ഡിതനെ പോലെ ഇരിക്കും, വലിയ വലിയ ഉപദേശങ്ങൾ കൊടുക്കും. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ
ഇല്ല, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നില്ല. ഇവർക്കെങ്ങനെ ശിഷ്യന്മാരെ സംസാര സാഗരം കടത്തിവിടാനാവും? സംസാര സാഗരം എങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കടത്തിവിടാനാവും? പക്ഷേ സായീശ്വരനോ അവിടെ നിന്ന് എങ്ങും പോയില്ല. സായീശ്വരൻ ശ്രുതി വിട്ടിട്ട് എവിടെയും പോയില്ല. ഉപദേശിച്ചതെല്ലാം സ്വജീവിതത്തിൽ ആചരിച്ചു. അദ്ദേഹം എന്തൊക്കെ ഉപദേശിച്ചിട്ടുണ്ടോ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ ആചരിച്ചിട്ടുണ്ട്. ശരണാഗതി അടഞ്ഞവരെ ജനനമരണ ചക്രത്തിൽ നിന്നും മോചിപ്പിച്ചു. ശരണാഗതി അടഞ്ഞവരെ ജനനമരണ ചക്രത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പോൾ ഈ പത്താം അധ്യായത്തിന്റെ മധ്യഭാഗത്താണ് ഇപ്പം നമ്മളുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്, കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. അല്ലേ? അവനും നന്മ. നിങ്ങളുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ഉണ്ടാവണം. സ്നേഹത്താൽ ഹിന്ദുവും മുസ്ലിമും ബന്ധിക്കപ്പെടണം. മനസ്സിൽ നന്മ നിറയുമ്പോഴേ ഈശ്വരനെ അറിയാനാവും. നമുക്ക് മനസ്സിൽ നന്മകൾ നിറയുമ്പോഴേ ഈശ്വരനെ അറിയാനാവും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ഈ അധ്യായത്തിൻ്റെ മധ്യഭാഗം ആവുമ്പോഴേക്കും നമുക്ക് സായീശ്വരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കണം. ഇതാണ് ഇന്നത്തെ ഈ സായി സച്ചരിതം പറയുന്ന നമ്മൾ നിർത്തുന്നത് ഈ ഭാഗത്താണ്. നാളെ നമുക്ക് ഈ 10-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ പറയുന്നതായിരിക്കും. എല്ലാ ആൾക്കാരും പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് ഈ സായി സച്ചരിതം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതാണ് സായീശ്വരനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എല്ലാ നമ്മൾ ഇന്നത്തെ ഭാഗം സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരോടും ഓം ശ്രീ സായീശ്വരായ നമഃ.